പാചകവാതക വില വർധനയിൽ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പാചകവാതക വില വർധനവിനെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മെയ് 8-നാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കാറ്ററിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പാചകവാതക വിലയിൽ ഉണ്ടായ വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത്. 100% വരെ പാചകവാതക വില വർദ്ധിച്ചതിലൂടെ കാറ്ററിംഗ് മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ തെരുവിലേക്ക് വലിച്ചിഴച്ചതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര സർക്കാരും നിർബാധം കൊള്ളയടിക്കാൻ കയറൂരി വിട്ടിരിക്കുന്ന പെട്രോളിയം കമ്പനിയുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1500 രൂപയോളം കൊമേഴ്ഷ്യൽ ഗ്യാസിന് വില വർദ്ധിപ്പിച്ച് 100%മാണ് ഈ 5 മാസം കൊണ്ട് ഇതിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ മേഖല ഇപ്പൊ നേരത്തെ ഇവിടെ എല്ലാവരും പ്രതിപാദിച്ച പോലെ തന്നെ റോ മെറ്റീരിയലിന്റെ അനുദിനം ഉണ്ടാകുന്ന വില വർധനവിൽ നട്ടം തിരിയുന്ന ഈ മേഖലക്ക് കടുത്ത ആഘാതമാണ് ഈ ഗ്യാസ് വില വർധന ഉണ്ടായിരിക്കുന്നത്. ഭക്ഷ്യമേഖലയും സാധാരണ ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെയാണ് സമരമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. എല്ലാ മേഖലയിലും വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും കടബാധ്യതകൾ വർദ്ധിക്കുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മാത്രം പ്രാർത്ഥിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഈ വിലവർദ്ധനവ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അവരുടെ തലയിൽ വന്നു ഭവിക്കാതിരിക്കുവാൻ ഗവൺമെന്റ് വേണ്ട സത്വര നടപടികൾ എടുക്കണമെന്നാണല്ലോ നമ്മളുടെ ആവശ്യം. ആ ആവശ്യത്തിന് ഗവൺമെന്റിന്റെ രീതിയിൽ എല്ലാ പിന്തുണയും നമുക്ക് കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ഘട്ടമായി നമ്മുടെ പ്രസിഡന്റ് സംസാരിച്ചതുപോലെ, പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ ഈ സമരം നമ്മുടെ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അണ്ടപുരിയുടെ നഗരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുമ്പോൾ നമ്മൾ എറണാകുളം ജില്ല ഒട്ടും പിറകിലല്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. വന്നു ചേർന്ന എല്ലാവർക്കും. പനമ്പള്ളി നഗറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളായ പ്രിൻസ് ജോർജ്, സുനിൽ ഡാനിയൽ, ഫ്രെഡി അൽമേഡ, TU അയൂബ്, KP ചെറിയാൻ, സെഫിൻ ജോർജ്, ഏലിയ സക്രിയ, PN ഷാജി, ബാദുഷാ കടലുണ്ടി, KT റഹീം, സാദി ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി. കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത്യുജ്വലമായിട്ടുള്ള പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഈ പ്രക്ഷോഭ സമരത്തിന് ആധാരമായിട്ടുള്ളത് കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി ഒറ്റയടിക്ക് 1000 രൂപ, ഏതാണ്ട് 991 രൂപ പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ധിക്കാരപരമായ നടപടിക്കെതിരെയായിട്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ യുദ്ധം ആരംഭിച്ചത് മുതൽക്ക് റേഷൻ ലഭിക്കുന്നത് പോലെയാണ് നമുക്കെല്ലാം ഗ്യാസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എടുത്ത ഓർഡറുകൾ പ്രകാരം ധാരാളം ഗ്യാസ് കുറ്റികൾ വേണ്ട ലൈവ് പരിപാടികൾ, ആ ലൈവ് പരിപാടികൾ നടത്താമെന്ന് കരാറ് വെച്ചതിൻ്റെ പേരിൽ അത്തരം പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് കരിഞ്ചന്തക്ക് 4000-4500 രൂപ കൊടുത്ത് കരിഞ്ചന്തയിൽ ഗ്യാസിൻ്റെ കുറ്റിയെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആ ഏറ്റെടുത്ത വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇടുത്തി പോലെ 993 രൂപ ഗ്യാസിന് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ഏറ്റവും നീചമായിട്ടുള്ള ഒരു കൊള്ളയാണ് ഞങ്ങൾക്ക് നേരെ വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഭക്ഷ്യമേഖലയെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. 5.5 ലക്ഷം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നിരന്തരമായ വിലവർദ്ധനവിനനുസരിച്ച് വില വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഏക മേഖലയാണ് കേരളത്തിലെ കാറ്ററിംഗ് മേഖല. കഴിഞ്ഞ 10 വർഷത്തിന്റെ എല്ലാ മേഖലക്കകത്തും കൂലി ഇനത്തിൽ ഏതാണ്ട് 200% വില വർദ്ധിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ ഏതാണ്ട് 300 ഇരട്ടിയോളം വില വർദ്ധിച്ചു. മറ്റെല്ലാ മേഖലയിലും വലിയ രീതിയിൽ വില വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില ഏതാണ്ട് 70% മാത്രമേ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. അതുകൊണ്ട് വലിയ രീതിയിലെ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖല ഒട്ടേറെ സാധാരണ മനുഷ്യർ ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ്.
ആ മേഖല അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കടബാധ്യത പേറിക്കൊണ്ട് ഓരോ വർക്കും വലിയ കടമായി മാറുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മെമ്പർമാർ പോയിക്കൊണ്ടിരിക്കുക. ഇതിനെതിരെയായിട്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ പ്രക്ഷോഭം ആളിപ്പടർത്തുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലെ മുഴുവൻ ആ ജനങ്ങളുടെയും ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.